നേരത്തെയും ചില ICC ടൂർണമെൻറ്റുകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളെയും മറ്റ് പല കാരണങ്ങളെയും തുടർന്ന് ചില ടീമുകൾ വിട്ടുനിന്നപ്പോൾ പകരക്കാരെ ICC കൊണ്ടുവരികയും ചെയ്തിരുന്നു. 2009 T20 ലോകകപ്പിൽ ഇത്തരമൊരു സംഭവം നടന്നിരുന്നു. അന്ന് സിംബാബ്വേയാണ് ടൂർണമെൻറ്റിൽ നിന്നും പിന്മാറിയത്. ഇതേ തുടർന്ന് പകരം സ്കോട്ട്ലൻഡിനെ ICC കൊണ്ടുവരികയായിരുന്നു. 2016 അണ്ടർ-19 ലോകകപ്പിന് ആഴ്ചകൾ മാത്രം മുൻപാണ് കരുത്തരായ ഓസ്ട്രേലിയ പിന്മാറിയത്. പിന്നാലെ അയർലൻഡിനെ പകരക്കാരായി ICC ഉൾപ്പെടുത്തുകയും ചെയ്തു. 1996 ഏകദിന ലോകകപ്പിന് മുൻപും സമാനമായ സംഭവങ്ങൾക്ക് ക്രിക്കറ്റ് ലോകം സാക്ഷിയായിരുന്നു. ശ്രീലങ്കയായിരുന്നു ലോകകപ്പിൻ്റെ വേദി. പക്ഷേ ശ്രീലങ്കയിൽ കളിക്കാൻ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും വിസമ്മതിച്ചു. സുരക്ഷാ ഭീഷണിയെ തുടർന്നായിരുന്നു ഇത്. കൊളംബോയിലെ മത്സരങ്ങളിൽ കളിക്കില്ല എന്നായിരുന്നു ഇരു ടീമുകളും അന്ന് അറിയിച്ചത്. ഇതോടെ എതിർ ടീമായ ശ്രീലങ്കയ്ക്ക് 2 മത്സരങ്ങളിലെയും പോയിന്റ് ലഭിക്കുകയും ചെയ്തു. ഇത് അവരെ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാനും സഹായിച്ചിരുന്നു. ഇത്തവണത്തെ T20 ലോകകപ്പിൽ കളിക്കില്ല എന്ന് ബംഗ്ലാദേശ് തീരുമാനമെടുത്താൽ പകരം സ്കോട്ട്ലൻഡിനെയാകും ICC ഉൾപ്പെടുത്തുക. കാരണം അവർ നേരത്തെ T20 ലോകകപ്പിൽ കളിച്ചവരും മെച്ചപ്പെട്ട ICC റാങ്കുള്ളവരുമാണ്. ചുരുക്കി പറഞ്ഞാൽ വേദിയുടെ പേരിൽ ബംഗ്ലാദേശ് കളിക്കില്ല എന്ന് അറിയിച്ചാൽ അവർക്ക് പിന്നാലെ ICC പോവുകയില്ല എന്ന ഉറപ്പാണ്. പാകിസ്ഥാൻ വേദിയാകുന്ന മത്സരങ്ങളിൽ ഇന്ത്യ കളിക്കില്ല എന്ന നിലപാട് പറഞ്ഞതുപോലെ ഗൗരവമായി ICC ഇതിനെ കാണാൻ ഇടയില്ല. ഇന്ത്യയെ പിണക്കി ഒരു ടൂർണമെൻറ്റും ICCക്ക് നടത്താൻ കഴിയില്ല എന്നതാണ് അതിന് പിന്നിലെ സത്യം. കാണികളുടെ പിന്തുണയും പരസ്യ വരുമാനവും ഇന്ത്യയിൽ കിട്ടുന്നത് പോലെ മറ്റൊരു രാജ്യത്തിൽ നിന്നും കിട്ടുകയില്ല എന്ന ഉത്തമ ബോധ്യവും ICCക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് കളിക്കില്ല എന്ന തീരുമാനമെടുത്താൽ നഷ്ടം ബംഗ്ലാദേശിന് തന്നെയാണ്.